അനുസരിച്ച് ഞാനും ഉടമ്പടി ജീവിതം ജീവിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഏത് കോളേജിൽ MSc പോകണം എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു. അപ്പോൾ മാതാവ് എനിക്കൊരു കോളേജ് പറഞ്ഞു തന്നു. ഞാൻ ആ കോളേജിൽ തന്നെയാണ് MSc പോയത്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന അത്രയും എളുപ്പമല്ലായിരുന്നു. അവിടെ എനിക്ക് ഭയങ്കര പീഡനമായിരുന്നു. എൻ്റെ ഡീനായിരുന്ന മാഡം ഒരു ദിവസം മീറ്റിംഗിൽ വിളിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഫെയിലാക്കും, എന്ത് സംഭവിച്ചാൽ ഞാൻ എന്നെ സഹായിക്കുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. എനിക്ക് അന്നോട്ട് ഭയങ്കര പേടിയായി. അവർ എന്നെ ഡിറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വരെ തുടങ്ങി. എന്തുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യവും ഇല്ല. അതിന് മുന്നേ ഞങ്ങൾ കണ്ടിട്ടില്ല. അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് വൈരാഗ്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കത് കാരണം ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പഠിക്കുന്ന ഒരു കൊച്ചായിരുന്നു. പക്ഷേ എൻ്റെ പേടി കയറി എന്നെ മൂടിക്കളഞ്ഞു. അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ എഴുതുമ്പോഴും എനിക്ക് ഇത് തന്നെയായിരുന്നു പേടി. അവർ ഇപ്പം എന്നെ ഇറക്കി കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജീവിതം ഇനി എന്താവും? അങ്ങനെ ഇരിക്കുമ്പോൾ പേടി കാരണം ഞാൻ പഠിച്ചത് മുഴുവൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ ഉടമ്പടി കാശ്രമം ഇട്ടുകൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. ഞാൻ ഉടമ്പടി കാശ്രമം തൊട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ നിർത്തും എൻ്റെ പഠിത്തം, ഞാൻ ഇനി മുന്നോട്ട് പഠിക്കുന്നില്ല, എനിക്ക് പീഡനം സഹിക്കാനാവില്ല. ഞാൻ പേന ക്ലോസ് ചെയ്ത് ആൻസർ ഷീറ്റ് കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഞങ്ങളുടെ സൂപ്പർവൈസർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്കറിയാവുന്നത് എഴുത്. എനിക്ക് പെട്ടെന്ന് എന്തോ അത് അമ്മ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അതനുസരിച്ച് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പം എൻ്റെ മനസ്സിൽ ഒരു വ്യക്തി സംസാരിക്കുന്ന പോലെ എല്ലാ ആൻസേഴ്സും ഈ ക്വസ്റ്റൻ ചെയ്ത് ഈ ആൻസർ ചെയ്ത് എന്ന് പറയാൻ തുടങ്ങി. ഞാൻ എഴുതി റിസൾട്ട് വന്നപ്പം ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പറായിട്ടാണ് പാസ്സായത് ആ സെമസ്റ്റർ.